ഇന്ന് കണ്ണനും ദുദുനും ചെറിയൊരു സർപ്രൈസായിട്ടാണ് കേട്ടോ ഞാൻ വന്നേക്കുന്നത്. അത് കണ്ടപ്പോൾ അവർക്കൊരു ഐഡിയ ഇല്ലായിരുന്നു എന്താണെന്ന്. കാരണം ചെറിയൊരു പെട്ടി മാത്രമായിരുന്നില്ലേ, പെട്ടി പോലും അല്ല, ചെറിയൊരു പൊതി മാത്രമായിരുന്നു കേട്ടോ അത്. രണ്ടാൾക്കും ഭയങ്കര ആകാംക്ഷയായിട്ടോ ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് അറിയാൻ. ഞാനൊരു ക്ലൂ പോലും കൊടുത്തിട്ടില്ലായിരുന്നു. വലിയ വിലയുടെ സമ്മാനമൊന്നും വേണ്ടാന്നേ, ചെറിയൊരു സമ്മാനം കിട്ടിയാൽ പോലും പിള്ളേരുടെയൊക്കെ മനസ്സ് ഭയങ്കരമായിട്ട് സന്തോഷിക്കും. പിള്ളേരുടെ മാത്രമല്ല, നമ്മുടെ അങ്ങനെ തന്നെയല്ലേ. സ്നേഹത്തോടെ നൽകുന്ന ചെറിയൊരു സമ്മാനം പോലും ഒരാളുടെ ദിവസം മനോഹരമാക്കും. ഈ പൊതി പൊട്ടിക്കാനായിട്ട് രണ്ടാളും കൂടി പിടിയും വലിയും തുടങ്ങിയിട്ടോ. ആ ചേട്ടനാണെങ്കിൽ ഒരുപാട് സെല്ലോ ടാപ്പൊക്കെ ഒട്ടിച്ചിട്ടാണ് ഇത് പാക്ക് ചെയ്തത്. സമയമെടുത്ത് പാക്ക് ചെയ്തത് നിമിഷ നേരം കൊണ്ട് ഇവർ കീറിയെടുത്തു കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് അറിയാനുള്ള ആകാംക്ഷയാണേ. എനിക്കിങ്ങനെ പിള്ളേരുടെ ക്യൂട്ട് ഐറ്റംസൊക്കെ കാണുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് എന്തെങ്കിലുമൊക്കെ ഇവർക്കിങ്ങനെ വാങ്ങിച്ചു കൊടുത്തുകൊണ്ടിരിക്കാൻ തോന്നും. വലിയ ഐറ്റംസിനേലും ചെറിയ ചെറിയ ഐറ്റംസാണ് ഇവർക്കും ഇഷ്ടം. രണ്ടുപേരുടെയും സമയം അങ്ങനെ കുറേ നേരം പോയിട്ടോ. രണ്ടാളും കുറേ നേരം അതൊക്കെ വെച്ചിരുന്ന് കളിച്ചു. ഒരേ ഐറ്റംസ് രണ്ടാൾക്കും അങ്ങനെ സെയിം ആയിട്ട് വാങ്ങിച്ചു കൊടുക്കാറില്ല. പണ്ടോട്ടേ അങ്ങനെയാണ്. ഒരാൾക്കൊരു ഐറ്റം വാങ്ങിച്ചു കൊടുത്താൽ മറ്റേ വേറൊരു മോഡൽ എന്തെങ്കിലും ഐറ്റംസ് ആയിരിക്കും വാങ്ങിച്ചു കൊടുക്കണത്. ഷെയർ ചെയ്ത് കളിക്കാൻ വേണ്ടിയാണ് ഞങ്ങളിങ്ങനെ വാങ്ങിച്ചു കൊടുക്കണത്. പണ്ട് തൊട്ടേ ശീലമാക്കിയതുകൊണ്ടായിരിക്കും ഇപ്പോഴും അവർക്കങ്ങനെ ഒരേ ഐറ്റം വേണമെന്നൊരു മൈൻഡിലില്ല. ഇവരിത് കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് കേട്ടോ ഹസ്ബൻഡ് വന്നത്. അപ്പോൾ അച്ഛൻ ചോദിച്ചു, ഇതെന്താണ്, പുതിയ ഐറ്റം ആണല്ലോ. അപ്പോൾ രണ്ടാളും പറഞ്ഞു ഇതെനിക്ക് അമ്മ വാങ്ങിച്ചു കൊണ്ട് തന്നതാണെന്ന്. ഇത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. പിന്നെ മൂന്നാളും കൂടി നല്ല കളിയായി.